गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സത്സംഗം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ സംഖ്യാപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ തുടങ്ങുന്ന സാധനങ്ങളും വസ്തുക്കളും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ 6 മുതലുള്ളതാണ് പറയാൻ പോകുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്കെല്ലാം വിശദമായിട്ട് അറിയാവുന്നതാണ്. അത് അങ്ങനെ വിശദീകരിക്കുന്നില്ല, എങ്കിലും പറയേണ്ട ചില കാര്യങ്ങൾ മാത്രം വിശദമായിട്ട് പറഞ്ഞു പോകാം. ഒന്നാമത്, ഈ 6 എന്ന് പറയുമ്പം സംസ്കൃതത്തിൽ ഷട്ട്, 7 സപ്തമം, 8 അഷ്ടമം, നവമം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 6 ഷഡാധാരങ്ങൾ, 6 ആധാരങ്ങളാണ്. അത് നമ്മുടെ യോഗാസനത്തിൽ കൂടെയും പ്രാണായാമത്തിൽ കൂടെയും ഒക്കെ നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി കൊണ്ടുപോകുന്ന 6 ആധാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് മൂലാധാരമാണ്. മൂല ആധാരം എന്നാണ് അതിനർത്ഥം. മൂലാധാരം അത് ശരീരത്തിനുള്ളിലെ ഒരു പ്രധാന ഭാഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുമ്പോൾ തറയിൽ സ്പർശിക്കുന്ന നട്ടെല്ലിൻ്റെ താഴെ അറ്റത്തെ സ്ഥാനമെന്നാണ് മൂലാധാരം പറയുന്നത്. അവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഈശ്വരശക്തി പരമാത്മാവായിട്ടും ജീവാത്മാവായിട്ടും കിടക്കുന്നു. ജീവാത്മാവിനെ പലവിധമായ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. അത് ബുദ്ധിയായിട്ട് നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇരിക്കുന്നത്. എങ്കിലും നമ്മൾ ആ ജീവൻ നിലനിർത്തി നമ്മളെ നിലനിർത്താനായിട്ടുള്ള പരമാത്മാവ് ഏറ്റവും താഴെ മൂലാധാരത്തിൽ കുണ്ടലിനി ശക്തിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുണ്ടലിനി ശക്തിയെ പടിപടിയായിട്ട് ഈ 6 ആധാരങ്ങളിൽ കൂടി ഉയർത്തി നമ്മുടെ ബുദ്ധിക്ക് സമമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിയെ സംസ്കൃതത്തിൽ ധി എന്ന് പറയും. സമധി, അതാണ് സമാധി എന്ന അവസ്ഥ. ഈ സമാധി എത്തുന്നവർക്ക് മരണമില്ല. കാരണം ശരീരം വീണുപോയി അവരുടെ ആത്മാവ് പരമാത്മാവിൽ ചേർന്ന് പോകുന്നു എന്ന്, മോക്ഷം കിട്ടുക, മുക്തി കിട്ടുക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോഴാദ്യം ഈ 6 ആധാരങ്ങൾ ഏതാണ് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കാം. മൂലാധാരം നമ്മൾ കണ്ടു. നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഒരു അങ്കുഷ്ഠ രൂപത്തിലാണ് ഇതിരിക്കുന്നത്. അവിടെയാണ് കുണ്ടലിനി ശക്തി ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മുടെ ഓരോ പ്രാണായാമം ഒക്കെ ആയിട്ട് നമ്മളിതിനെ ഉയർത്തണം. അത് കുറച്ച് ഉയർന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥാനത്ത് എത്തുന്നത് സ്വാധിഷ്ഠാനം, അതായത് സ്വ അധിഷ്ഠാനം എന്നാണ് പറയുന്നത്. ഇത് മൂലാധാരത്തിൽ നിന്നും 4 അങ്കുലം മേലെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏതാണ്ടൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 12 സെൻറ്റിമീറ്റർ, അതായത് 1 അങ്കുലം 3 സെൻറ്റിമീറ്ററായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 12 സെൻറ്റിമീറ്റർ മൂലാധാരത്തിൽ നിന്ന് ഉയരെയാണ് സ്വാധിഷ്ഠാനം ഇരിക്കുന്നത്. ഇനി ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കൽ യോഗയോ പ്രാണായാമോ അല്ലെ ഏതെങ്കിലും ഈശ്വരഭക്തിയോ ഉപാസനകളോ ഒക്കെ ചെയ്ത് ഉയർത്തി കഴിഞ്ഞാൽ ഇത് ഉയർന്നിടത്തൊന്നും താഴെ പോകത്തില്ല. അതൊരു വലിയ മഹാഭാഗ്യമാണ് നമുക്ക്. ഭഗവാന്റെ ആ ശക്തിയെ എത്രമാത്രം നമ്മൾ ഉയർത്തി വെക്കുന്നു അത് അവിടെ സ്ഥിതി ചെയ്യും. കുറച്ചു കാലം നമുക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചു നമ്മൾ പഴയ പോലെ ആവത്തില്ല. അത് നമ്മൾ നിൽക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത് മണിപൂരകമാണ്. ഇത് സ്വാധിഷ്ഠാനത്തിന് നിന്ന് ജസ്റ്റ് മേളിലാണ്, 1/2 അങ്കുലം മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തേത് ആഹാരം, അതായത് ആഹതം എന്നാണ്. അത് ഹൃച്ചക്രമാണ് ശരിക്കും. അത് മണിപൂരകത്തിൽ നിന്ന് 8 അങ്കുലം മേലെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അഞ്ചാമത്തേത് വിശുദ്ധി ചക്രമാണ്. വിശുദ്ധി എന്നാണ് പറയുന്നത്. അത് അനാഹതത്തിൽ നിന്നും 10 വിരൽക്കിട 10 അങ്കുലം മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തേത് ആജ്ഞാചക്രമാണ്, 6ാമത്തെ ആധാരം. ഇത് പുരികങ്ങൾക്ക് മധ്യേയുള്ള ശരിക്കും ഭ്രൂമധ്യത്തിലാണ് ഇരിക്കുന്നത്. അതായത് വിശുദ്ധിയിൽ നിന്നും 12 വിരൽക്കിട 12 അങ്കുലം മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആണ്
പറയപ്പെടുന്നത്. അങ്ങനെ ഈ 6 ആധാരങ്ങളും ഷഡാധാരങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഈ 6 ആധാരങ്ങൾ കൂടിയും ഈശ്വരശക്തിയെ, നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തേണ്ട ഒരു കടമ, ഒരു കർത്തവ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കുറച്ചെങ്കിലുമൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ വിനോദ് ഒരുക്കി തന്നിട്ടുണ്ട്. പ്രാണായാമമുണ്ട്, പിന്നെ യോഗയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നല്ലതാണ്, അത് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ഷഡ്ഗുണങ്ങളാണ്. 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങൾ രണ്ടും 2 രീതിയിലാണ്. ഭഗവാന് വേണ്ട 6 ഗുണങ്ങൾ ശരിക്ക് ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ് എന്നാണ്. അതിനകത്ത് ഈ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. അത് അഷ്ടസിദ്ധികളാണ്. അത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോകാം. അപ്പോൾ അഷ്ടസിദ്ധി വരുമ്പോൾ അവിടെ അധികം എനിക്ക് വിസ്തരിക്കേണ്ടി വരുന്നില്ല. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞ ആ വാക്കിനർത്ഥം ഭഗം ചെയ്യുന്നവൻ ഭഗവാൻ എന്നാണ്. ഭഗം ചെയ്യുന്നവൻ, അതായത് 6 ഗുണം ഉള്ളവനാണ്. ഈ പറഞ്ഞ ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ്. ഈ ഐശ്വര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഷ്ടൈശ്വര്യം അല്ലെങ്കിൽ അഷ്ടസിദ്ധികൾ എന്നൊക്കെ പറയും. അതിലാദ്യത്തേത് അണിമ ആണ്. അണിമ എന്നാണ് പറയുന്നത്. ഇത് അതിസൂക്ഷ്മമാകാനുള്ളൊരു കഴിവാണ്. ആൾമോസ്റ്റ് നമുക്ക് മാത്രമായിട്ട് ഭവിക്കും. ശരിക്കും ഹനുമാനൊക്കെ വലിയതാവുകയും ചെയ്യും, ചെറുതാവുകയും ചെയ്യുന്നൊക്കെ ഇല്ലേ. അത് അത് ചെറുതാകാനുള്ള കഴിവാണ് അണിമ, അല്ലെങ്കിൽ ആൾമോസ്റ്റ് അപ്രത്യക്ഷമാകാനുള്ള കഴിവ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തേത് മഹിമ, ശരീരത്തെ വളരെ വലുതാക്കാനുള്ള കഴിവ്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വാമനാവതാരത്തിലൊക്കെ വാമനമൂർത്തി 3 ലോകങ്ങളൊക്കെ വളർന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് മഹിമ എന്നുള്ളൊരു ഗുണമാണത്. മൂന്നാമത്തത് ലഘിമ. ലഘിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കുറയ്ക്കുവാനുള്ള. ഭാരം കുറച്ചിട്ട് നമുക്ക് പറന്നു പോകാം. അതേ രീതിയിൽ ഭാരം കുറയ്ക്ക് ഒരു ഭഗവാൻ വേണമെങ്കിൽ ഒരു ആലിലയായിട്ട് മാറാൻ പറ്റും. അത്രയ്ക്ക് ഭാരം കുറഞ്ഞ് ആകാൻ പറ്റുന്നതാണ് ലഘിമ. 4 ഗരിമ. ഗരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കൂട്ടാനുള്ള കഴിവ്. നമ്മൾ കേട്ടിട്ടുണ്ട്, സൗഗന്ധിക പുഷ്പം തേടി ഭീമൻ പോയപ്പോഴേ ഹനുമാൻ അവിടെ കിടന്നായിട്ടും ഹനുമാൻ്റെ വാല് പൊക്കാൻ പറ്റാത്തതായിട്ടൊക്കെ ഉണ്ട്. കാരണം അവിടെ ആ കഴിവാണ്, ഗരിമയാണ്. ആ വാലിന് അത്രയ്ക്ക് ഗരിമ കൊടുത്തപ്പോൾ വാലിൻ്റെ ഭാരം കൂടി ഭീമൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ആ ഗരിമ എന്ന് പറയുന്നത്. 5 ഈശിത്വം. ഈശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരഭാവം. ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന എന്താണ്? സംരക്ഷണം. അവരോടടുത്ത് അല്ലെ അവരുടെ കൂടെ അവരിൽ ആര് നിൽക്കുന്നു അവരെ എല്ലാം സംരക്ഷിക്കുക എന്നുള്ളൊരു കടമയിലാണ് ആ ഈശിത്വം എന്ന് പറയുന്നത്. അത് ഭഗവാന് വളരെ അത്യാവശ്യമാണ്, ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 6ാമത്തെ വശിത്വം. വശിത്വം എന്ന് പറഞ്ഞാൽ സ്വാധീന ശക്തി, വശീകരണ ശക്തി എന്നുള്ളതാണ്. 7 പ്രാപ്തി, അതായത് പ്രവേശിക്കുക, പരകായ പ്രവേശം എന്നൊക്കെ പറയും. വേറൊരാളുടെ ശരീരത്തിലോ ഒരു വസ്തുവിലോ ഈ ശക്തിക്ക് പ്രവേശിച്ച് അതിൽ കൂടി സംസാരിക്കാനും പറയാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടാവും. അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. അതാണ് പ്രാപ്തി എന്ന് പറയുന്ന ഒരു കഴിവ്. ഇത് നമ്മുടെ ഈ അഷ്ടസിദ്ധികളിൽ വരുന്നതാണ്. 8ാമത്തേത് പ്രാകാശ്യം എന്ന് പറയും. പ്രാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ്. എവിടെയെങ്കിലും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം, അപ്രത്യക്ഷമാകാം. ആ കഴിവിനെയാണ് പ്രാകാശം. ഇത് അഷ്ടസിദ്ധികളിൽ വരുന്നതാണ്. നമ്മൾ ഷഡ്ഗുണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ഗുണമാണ് ഈ സിദ്ധി എന്ന് പറഞ്ഞത്. ഐശ്വര്യം എന്ന രീതിയിൽ നമ്മൾ 8 എടുത്തത്. രണ്ടാമത്തേത് വീര്യം, ഭഗവാന് വേണ്ട ഒരു ഗുണമാണ്. അതായത് പ്രഭാവം, തേജസ്, ഒരു എക്സിക്യൂട്ടിംഗ് പവർ. അത് ഭഗവാൻ മാത്രമേ എന്തുദ്ദേശിക്കുന്നു അത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു കഴിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ. 3ാമത്തെ വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിരോധം എന്നുള്ള അർത്ഥമല്ല, രാഗശൂന്യത. ഒന്നിനോടും, അതായത് രജോ ഗുണമില്ലായ്മ, ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത. രജോ ഗുണമാണ് എല്ലാത്തിനും നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതില്ലാത്ത രാഗശൂന്യതയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. 4 വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ അറിയുക, മോക്ഷതത്വം അറിയുക, ഓരോന്നിൻ്റെയും ആ സൂക്ഷ്മമായ തത്വങ്ങൾ അറിയുക എന്നുള്ളതാണ് വിജ്ഞാനം. 5 ശ്രീ. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസ്, നന്മ, ശോഭ, ഇതൊക്കെ ശ്രീ എന്നൊരു ഗുണമാണ്. 6ാമത്തെ യശസ്സാണ്, അതായത് കീർത്തി. ഭഗവാൻ കീർത്തിമാനാണ്, യശസ്വിയാണ്. അതാണ്. ഇതാണ് ഷഡ്ഗുണങ്ങളിൽ ദേവന് വേണ്ടത്, ഭഗവാന് വേണ്ടത്. എന്നാൽ ഒരു രാജാവിന് വേണ്ട ഷഡ്ഗുണങ്ങൾ ഇതല്ല. രാജാവിന് വേണ്ടത് സന്ധി, വിഗ്രഹം. സന്ധി എന്ന് പറഞ്ഞാൽ സന്ധി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ ഗ്രഹിക്കാനുള്ള കഴിവ്. വിശേഷാൽ ഗ്രാഹ്യതയെ ഇത് വിഗ്രഹ എന്നാണ്. വിശേഷമായിട്ട് ഗ്രഹിക്കാനുള്ള കഴിവ്. യാനം. യാനം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ആന വേണം, തേര് വേണം, വാഹനങ്ങൾ, കപ്പൽ, ഇങ്ങനെ കാര്യങ്ങൾ, യാനങ്ങൾ വേണം എന്നുള്ളതാണ്.
നാലാമത്തെ ആസനം, അതായത് സിംഹാസനം, ഇരിപ്പിടം, അവർക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനമാനങ്ങളൊക്കെ വേണം. പിന്നെ ദ്വൈതം, നമ്മൾ സാധാരണ അദ്വൈതമാണ് പറയുന്നത്, ഒന്നിനെ രണ്ടായിട്ട് കാണത്തില്ല. എന്നാൽ രാജാക്കന്മാർക്ക് അങ്ങനല്ല, രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ഒരു ശത്രുവിനെ ശത്രുവായിട്ടും മിത്രത്തിനെ മിത്രമായിട്ടും ഒരു കള്ളനെ കള്ളനായിട്ടും അല്ല ഒരു നല്ലവനെ നല്ലവനായിട്ട് കാണാം. ആ ഒരു ദ്വൈത ഭാവവും രാജാക്കന്മാർക്കുണ്ടാകണമെന്നാണ്. ആറാമത്തേത് ആശ്രയം. അവർ പല പല രാജാക്കന്മാരും മറ്റ് രാജാക്കന്മാരുടെയൊക്കെ ആശ്രയമൊക്കെ സ്വീകരിക്കാറുണ്ട്, അത് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ഇനി ആറാമത്തേതിൽ അടുത്തത് ഷഡ് ഋതുക്കളാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. ഇതിൽ ഈ ഓരോ ഋതുവും ഏത് മാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസന്ത ഋതു വരുന്നത് മേടം ഇടവം മാസമാണ്. ആ മാസത്തിലുണ്ടാകുന്ന പുഷ്പം ജമന്തിയാണ്. ഗ്രീഷ്മ ഋതു വരുന്നത് മിഥുനം കർക്കിടക മാസമാണ്. ആ മാസത്തിൽ പൂക്കുന്ന പുഷ്പം വാഗമരമാണ്, വാഗപ്പൂവാണ്. വർഷം വരുന്നത് ചിങ്ങം കന്നി മാസമാണ്. ആ മാസങ്ങളിൽ പൂക്കുന്ന കടമ്പയാണ്, കടമ്പ മരമാണ് പൂക്കുന്നത്. അടുത്തത് ശരത് ഋതുവാണ്. ശരത് ഋതു തുലാം വൃശ്ചികം മാസമാണ്. ആ സമയത്താണ് താമര വിരിയുന്നത്. താമരകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആ സമയത്തായിരിക്കും. അടുത്തത് ഹേമന്ത ഋതുവാണ്. ഹേമന്ത ഋതുവിൽ ധനു മകരം മാസങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന മുല്ലയാണ്, മുല്ലപ്പൂ മാലകൾ, മുല്ല പൂക്കുന്ന സമയം അതാണ്. അടുത്തത് ശിശിരം എന്ന ഋതുവാണ്. അത് കുംഭം മീനം മാസമാണ്. ഈ മാസത്തിലാണ് പാച്ചോറ്റി എന്നൊരു ചെടിയുണ്ട്, നല്ല രസകരമായ ഒരു പൂവൊക്കെയാണ് പാച്ചോറ്റി. പാച്ചോറ്റി എന്നൊരു ചെടിയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഈ തൊട്ടാവാടിയൊക്കെ നിൽക്കത്തില്ലേ, ഒരുമാതിരി ഇങ്ങനെ ചെറിയ ഒരു പഞ്ഞി പോലത്തെ ഒരു പൂ കാണുന്നത്, അത് പാച്ചോറ്റി എന്ന് പറയുന്നത്. അത് പൂക്കുന്നത് ഈ കുംഭം മീനമാസമാണ്. അങ്ങനെ ഓരോ ഋതുക്കൾക്കും ഓരോ പൂക്കളും വിരിയുന്നുണ്ട്. ഇനി ഋതുവിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വേറൊരു സമയത്ത് വിശദമായിട്ട് പോകാം. അടുത്തത് ഷഡ് ഈശോപചാരങ്ങളാണ്. നമ്മൾ പണ്ട് ഈ പൂജകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഷോഡശോപചാരം, പഞ്ചോപചാരം, 3 ഉപചാരം, 1 ഉപചാരം, യാഗങ്ങളിലും ഒക്കെ 64 ഉപചാരങ്ങളൊക്കെ കൊടുത്താണ് പൂജ ചെയ്യുന്നത്. എങ്കിലും ഈ ഷഡ് ഉപചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പൂജയ്ക്ക് അഡീഷണലായിട്ട് വരുന്ന ചില സംഗതികളാണ്. ഒന്ന്, ഭഗവാൻ ആഭരണം, കുട, വെഞ്ചാമരം, ആലവട്ടം, പൂണൂൽ, ദാസ്യം, ഇതൊക്കെ ചില വലിയ പൂജകളിൽ യാഗങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടാകും. അത് പ്രധാനമായ ഷഡ് ഈശോപചാരങ്ങളാണ്. അടുത്തത് ഷഡ് ഗുണങ്ങളാണ്. നമ്മൾ ഭഗവാന്റെയും രാജാവിൻ്റെയും ഷഡ് ഗുണങ്ങൾ കണ്ടു. എന്നാൽ സാധാരണ ഭൂതങ്ങൾ, നമ്മൾ കാണുന്ന ഏതൊരു വസ്തുവിനെയാണ് ഭൂതം എന്ന് പറയുന്നത്. ഇതിന് ഉള്ള ഗുണങ്ങൾ 6 വേറെയാണ്. ഒന്ന്, ഉൽപ്പത്തി, ഏതൊരു വസ്തുവും ഉണ്ടാകണം അല്ലേ, ആരംഭം അല്ലെ സൃഷ്ടി, ആ ഒരു വസ്തു ഉണ്ടാകണം. ആ ഗുണമാണ് ഉൽപ്പത്തി എന്ന് പറയുന്നത്. അടുത്തത്, ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്നൊരു ഗുണമാണ് വിപത്തി, അതായത് ആ വസ്തു ഇല്ലാതാവും. ഒരു കാലയളവ് കഴിയുമ്പോൾ ആ വസ്തു ഇല്ലാതാവും. ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ 100 വർഷമായിരിക്കും, 500 വർഷമായിരിക്കും, 1000 വർഷമായിരിക്കും. ഈച്ചയും പാറ്റയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 15-20 ദിവസമായിരിക്കും, ഒക്കെ ഉണ്ട്. പക്ഷെ അതുണ്ടായി അതില്ലാതാവും. അതാണ് ഉൽപ്പത്തി, വിപത്തി. മൂന്നാമത്തെ ആഗതി. ആഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു അങ്ങനെ ഉണ്ടാകുന്നതല്ല, ഒരു പരിണാമമാണ്. ചിലപ്പോൾ 2 വസ്തുക്കൾ ചേർന്ന് ഓക്സിജനും ഹൈഡ്രജനും ചേർന്നിട്ട് വെള്ളത്തിൻ്റെ തുള്ളി ഉണ്ടാകുന്നതിൻ്റെ കൂട്ടെ എന്തിൽ നിന്നും ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, പരിണാമം എന്ന് തന്നെ അതിനെ പറയാം. അതിനെയാണ് ആഗതി എന്ന ഗുണം. നാലാമത്തെ ഗുണം ഗതി, പോക്ക്. കാരണം ഏത് സംഗതിയും എന്നും ഒരുപോലെ നിൽക്കുന്നില്ല, അതിനിങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് ഗതി എന്ന് പറയുന്നത്. 5 വിദ്യ. കാരണം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, അതിൻ്റെ കർമ്മം, ഓരോ വസ്തുവിനും ഓരോ കർമ്മമുണ്ട്. അതാണ് വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയാണ്. മായ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഇല്ലാത്തതാണെന്ന് നമുക്കൊക്കെ അറിയാം. എവിടുന്നോ ഉണ്ടായി കുറച്ചു കാലം നിന്നും ഇല്ലാതാകുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇല്ലാതാകുന്നതാണ് ആ മായ. ഈ 6 ഗുണങ്ങളാണ് സാധാരണ വസ്തുക്കൾക്ക്, അതായത് ഭൂതങ്ങൾക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്തത് ഷഡ് ദർശനങ്ങൾ. 6 ദർശനങ്ങളാണ് പറയുന്നത്. അത് ഒന്ന്, ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, വേദാന്തം. ഇതൊക്കെയാണ് നമുക്കൊരു മനുഷ്യർക്ക് ഓരോ ദർശനങ്ങൾ വേണമെന്ന് പറയും. നമ്മളിതൊക്കെ ന്യായങ്ങൾ പഠിക്കണം, വൈശേഷികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, മറ്റുള്ളവരുമായിട്ട് സഖ്യമുണ്ടാകണം, യോഗമുണ്ടാകണം, നമ്മൾ പുരാണങ്ങളൊക്കെ പൂർവമീമാംസകളൊക്കെ പഠിക്കണം, വേദാന്തങ്ങളൊക്കെ പഠിക്കണം. ഇത് മനുഷ്യർക്ക് വേണ്ട ഷഡ് ദർശനങ്ങളാണ്. മാർഗദർശനങ്ങൾ തന്നെ
നമുക്ക് ഉന്നതിക്ക് വേണ്ട മാർഗദർശനം എന്ന് തന്നെ അതിനെ പറയാം. അടുത്തത് ഷഡംഗം, അതായത് വേദങ്ങൾക്ക് 6 അംഗങ്ങളാണുള്ളത്. വേദാന്ത ശാസ്ത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. 6 അംഗങ്ങളാണ് ഈ ശാസ്ത്രങ്ങൾക്ക്. അതായത് ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ശിക്ഷ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. വ്യാകരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വൃത്തം, അത് ഇത് ഒക്കെയാണ് നോക്കുന്നത്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പൂജയും കാര്യങ്ങളും ചെയ്യുമ്പം ഛന്ദസ് തൊട്ടിട്ടാണ് ചെയ്യുന്നത്. ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ സവിതാ ദേവത എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഗായത്രി ഛന്ദസ് ചൊല്ലുന്നത്. ഈ ഛന്ദസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദേവൻ്റെ ഛന്ദസ് നമ്മൾ ചൊല്ലുന്നു, ഗായത്രിയുടെ ഗായത്രി, ശിവൻ്റെ ആണെ ശിവൻ, ഗണപതിയുടെ ആണെ ഗണപതി, ആ ഛന്ദസ്സിൽ ആ ശ്ലോകങ്ങളിൽ എത്ര അക്ഷരം കാണുമെന്ന് കാണും. ഈ ഛന്ദസ്സിൻ്റെ അക്ഷരങ്ങളായിരിക്കും ആ ശ്ലോകങ്ങൾ. അപ്പോൾ അതായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുള്ള വൃത്തം. ഒരു വൃത്തത്തിലാണല്ലോ എപ്പോഴും പദ്യങ്ങളൊക്കെ രചിക്കുന്നത്. ആ വൃത്തം സൂചിപ്പിക്കുന്നതാണ് ഈ ഛന്ദസ്. നിരുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന പദങ്ങൾ വരുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് പറയും. ഒരു ശ്ലോകത്തിൽ വലിയ കഠിനമായ 2 പദങ്ങൾ വന്ന് നമുക്ക് ആർക്കും മനസ്സിലാവാത്തതാണെങ്കിൽ അടുത്ത 2 ശ്ലോകത്തിൽ അതിനെ ഉപമിച്ചുകൊണ്ടോ അല്ലെ അതിനെ വിശദീകരിച്ചുകൊണ്ടോ 2 ശ്ലോകങ്ങൾ വേറെ വരും. അപ്പോൾ ആ ഒരു കഠിന പദത്തെ ലഘൂകരിച്ചു കൊണ്ട് വരുന്നതിനെയാണ് നമ്മൾ നിരുക്തം എന്ന് പറയുന്നത്. പിന്നെ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും. നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും അതും ഇതും അത് ജ്യോതിസ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ജ്യോതിഷം എടുക്കുന്നത്. അതിലുണ്ടായിട്ടുള്ള ജ്യോതികളും കാര്യങ്ങളും. പിന്നെ കൽപ്പം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിധി എന്നുള്ള അർത്ഥമാണ്. ഇനി 6ൽ അടുത്തത് വരുന്നത് ഷഡ്ജം. ഷഡ്ജം എന്ന് പറഞ്ഞാൽ വനജയ്ക്കൊക്കെ മനസ്സിലാവും. സപ്തസ്വരങ്ങളിൽ ആദ്യത്തെയാണ് സ രി ഗ മ പ ധ നീ സ. അതിലാദ്യം വരുന്നതാണ് ഷഡ്ജം. അപ്പോൾ ഈ ഷഡ്ജത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസിക, കണ്ഠം, മാറിടം, താലു അതായത് അണ്ണാക്ക്, നാവ്, പല്ല്, ഈ 6 സംഗതികൾ സ്പർശിച്ച് പുറപ്പെടുന്ന ശബ്ദമാണ് ഷഡ്ജം. അതുകൊണ്ടാണ് ഈ സ എന്ന് പറയുന്നത് നമ്മൾ ഷഡ്ജം എന്ന് പറയുന്നത്. ഇനി മനുഷ്യർക്ക് സാധാരണ ഉള്ളത് ഷഡ്ഭാവങ്ങളാണ്. അതായത് 6 ഭാവങ്ങൾ. അതറിയാം. നമ്മൾ ജനിക്കുമ്പോൾ ചെറിയ കുട്ടിയായിട്ട് ജനിക്കുന്നു. പിന്നെ ബാല്യമാണ്, പിന്നെ കൗമാരമാണ്, യൗവനമാണ്, വാർദ്ധക്യം, മരണം. ഇങ്ങനെ 6 ഭാവങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ പ്രധാനമായ 6ൽ തുടങ്ങുന്ന ഇത്രയും കാര്യങ്ങളാണ്. കുറേ കൂടി ഉണ്ട്. അത് വലിയ പ്രാധാന്യമുള്ളതല്ല, അപ്രധാനമാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. ഇനി നമുക്ക് 7ലോട്ട് പോകാം. 7 സപ്തം. സപ്തത്തിൽ ആദ്യം തുടങ്ങുന്ന നമുക്ക് നോക്കാം സപ്ത ഋഷികൾ. അവരെ നമ്മൾ സപ്തർഷികൾ എന്ന് പറയും. അപ്പോൾ സപ്തർഷികൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 7 എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആരൊക്കെയാണെന്ന് അറിയാറില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സത്സംഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. 1 മരീചി, 2 അത്രി, 3 അങ്കിരസ്, 4 പുലഹൻ, 5 പുലസ്ത്യൻ, 6 ക്രതു, 7 വസിഷ്ഠൻ. ഇവരെക്കുറിച്ച് കഴിഞ്ഞ നമ്മുടെ ബ്രഹ്മാവിനെക്കുറിച്ച് പറഞ്ഞ ബ്രഹ്മസൃഷ്ടി ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ബ്രഹ്മാവിൻ്റെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ജനിച്ചവരാണ്, സൃഷ്ടിച്ചവരാണ് എന്ന് നമ്മൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിലോട്ട് പോകുന്നില്ല. ഇനി അതിനുശേഷം 7 മുനിവര്യന്മാരെ നമ്മൾ പറയാറുണ്ട്. ഈ 7 ഋഷികൾ കൂടാതെ 7 മുനിവര്യന്മാർ. അത് വിശ്വാമിത്രൻ, കണ്വൻ, വസിഷ്ഠൻ, ദുർവാസാവ്, വേദവ്യാസൻ, അഗസ്ത്യൻ, നാരദൻ. ഇവരെയും 7 മുനി ശ്രേഷ്ഠന്മാരായിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളതാണ്. വസിഷ്ഠ ഋഷിയുണ്ട്, മുനിയുമാണെന്നുള്ളതാണ്. ഇനി അടുത്തത് സപ്ത മരുത്തുക്കൾ. മരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു എന്നുള്ള അർത്ഥമാണ്. ഇത് മങ്കണ മഹർഷിയുടെ 7 പുത്രന്മാരാണ്. മങ്കണ മഹർഷി എന്ന മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 7 പുത്രന്മാരാണ്. വായുവേഗൻ, വായുബലൻ, വായുഹാവ്, വായുമണ്ഡലൻ, വായുകാലൻ, വായുരേതൻ, വായുചക്രൻ. ഇങ്ങനെ 7 പേരാണ്. പക്ഷെ ഇതാണ് ശരിക്ക് ഇന്ദ്രൻ്റെ ഇഷ്ടന്മാരായ 7 ദേവസമൂഹങ്ങളാണ്. ദേവേന്ദ്രൻ്റെ ഇവരാണ് നമുക്ക് ഇടിയും മിന്നലും മഴയും കൊടുങ്കാറ്റും സൈക്ലോണും മന്ദമാരുതനും
നമുക്ക് ചില ഇളം കാറ്റ് കിട്ടും, കൊടുങ്കാറ്റ് കിട്ടും, വലിയ ചുഴലിക്കാറ്റ് വരും, ഈട്ടി വരും, കാറ്റ് വരും. ഇതൊക്കെ ഇവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവരാണ് ഈ 7 മരുത്തുക്കൾ. ഇനി അടുത്തത് സപ്തമേഘങ്ങളാണ്. സപ്തമേഘം നമ്മൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങൾ കാണാം. പക്ഷേ ആകാശത്തെ 7 നിലയിലാണ് മേഘങ്ങൾ. അതിൽ മഴമേഘമുണ്ട്, അല്ലാത്ത മേഘമുണ്ട്, വെളുത്ത മേഘമുണ്ട്, പലതുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സംവർത്തം, ആവർത്തം, പുഷ്കലാവർത്തം, സംഹൃതം, ദ്രോണം, കാളമുഖി, നീലം. ഇങ്ങനെ 7 മേഘങ്ങളാണുള്ളത്. ഇത് ഓരോ ലെവലിലാണുള്ളത്. അത് ചിലത് മഴ പെയ്യുന്ന മേഘങ്ങളുണ്ട്, ഇല്ലാത്തതുണ്ട്, അങ്ങനെയുള്ള പല ഇതുമുണ്ട്. അത് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ 7 മേഘങ്ങൾ 7 ലെവലിലുണ്ട് എന്ന് പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അടുത്തത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് സപ്തസാഗരങ്ങൾ. കടലുകൾ 7 കടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സപ്തസാഗരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലവണ സാഗരം, ഇക്ഷു. ഈ ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പാണ്, ഇക്ഷു കരിമ്പാണ്, കരിമ്പിൻ ജ്യൂസാണ് ആ സാഗരത്തിലുള്ളത്. സുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മദ്യം പോലത്തെ കുറച്ച് ഇതിൻ്റെയൊക്കെ വാറ്റിയെടുക്കുന്ന സംഗതികളുടെ കൂട്ടുള്ളതാണ്. 4 സർപ്പി എന്ന് പറഞ്ഞാൽ നെയ്യാണ്. 5 ദധി സമുദ്രം, തൈരാണ് അവിടെ. 6 ശുദ്ധോദകം, അവിടെയാണ് ശുദ്ധജലമുള്ളത്, ഉപ്പുമില്ല, ഒന്നുമില്ല, ശുദ്ധജലമുള്ള സാഗരങ്ങളുമുണ്ട്. 7 ക്ഷീരസാഗരം, പാൽക്കടൽ, നമ്മൾ പാലാഴി എന്ന് പറയുന്ന പാൽക്കടൽ. അങ്ങനെ സപ്തസാഗരങ്ങളാണ് ഉള്ളത്. ഇനി അടുത്തത് സപ്തദ്വീപങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങളാണ്. അപ്പം നമ്മുടെ ഭൂമിയെ 7 ഭൂഖണ്ഡങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. അത് ജംബൂദ്വീപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഏഷ്യയാണ്. പ്ലക്ഷദ്വീപം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗത്ത് അമേരിക്ക. ഇനി ഇതൊക്കെ ഓരോ സ്ഥലത്തിനും ഓരോ ദേവകളുമുണ്ട്. ഈ സൗത്ത് അമേരിക്ക പ്ലക്ഷദ്വീപത്തിലെ ദേവത ആദിത്യനാണ്. പുഷ്കരദ്വീപം എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയാണ്. നോർത്ത് അമേരിക്കയിലെ ദേവൻ ബ്രഹ്മാവാണ്. 4-മത്തെ ക്രൗഞ്ചദ്വീപം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലെ ദേവത വരുണനാണ്. 5-മത്തെ ശ്വാകദ്വീപം യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ ദേവത വായുവാണ്. 6-മത്തെ ശാൽമലദ്വീപം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലെ ദേവത ചന്ദ്രനാണ്. അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് കുശദ്വീപം എന്ന് കേട്ടിട്ടുണ്ട്. ഈ കുശദ്വീപം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഓഷ്യാനിയ എന്നൊക്കെ പറയും. അതായത് ഈ ഓസ്ട്രേലിയയുടെ സൈഡിൽ ഒരു 1000കണക്ക് ദ്വീപുകളുടെ ചെറിയ ഐലൻഡ്സിൻ്റെ ഒരു സമൂഹമുണ്ട്. അതാണ് ഓഷ്യാനിയ എന്ന് പറയുന്നത്. ഇതാണ് സപ്തദ്വീപങ്ങൾ എന്നുള്ളതാണ്. അടുത്തത് സപ്തധാതുക്കളാണ്. സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ധാതുക്കളെക്കുറിച്ചാണ് പറയുന്നത്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഇതാണ് ശരീരത്തിലുള്ള 7 ധാതുക്കൾ, സപ്തധാതുക്കൾ. കുഴപ്പമില്ല, അതൊന്നും പറ്റത്തില്ല. അടുത്തത് സപ്തനാഡികളാണ്. 7 നാഡികളാണ് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് മേലോട്ട് ഉൽപ്പത്തി കിടക്കുന്നതാണ്. ഇട, പിംഗല, സുഷുമ്ന, മൃഷ, അലംബുഷ, അസ്ഥിജിഹ്വ, ഗാന്ധാരി. ഇങ്ങനെ 7 നാഡികളാണ് നമ്മുടെ നാഡീ സമൂഹത്തിലെ പ്രധാനപ്പെട്ട 7 നാഡികൾ. അടുത്തത് സപ്ത അസ്ത്രങ്ങളാണ്. നമ്മൾ മഹാഭാരത യുദ്ധത്തിലൊക്കെ ഓരോരോ അസ്ത്രങ്ങൾ ഉപയോഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം, എല്ലാത്തിനും നശിപ്പിക്കാനുള്ള കഴിവുള്ള അസ്ത്രം. അടുത്തത് ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നിറമുണ്ട്. ബ്രഹ്മാസ്ത്രത്തിൻ്റെ നിറം ചുവപ്പാണ്. ബ്രഹ്മദണ്ഡത്തിൻ്റെ നിറം പച്ചയാണ്. ബ്രഹ്മശിരസ് അതിൻ്റെ നിറം മഞ്ഞയാണ്. പാശുപതാസ്ത്രം അതിൻ്റെ നിറം നീല നിറമാണ്. വായവ്യാസ്ത്രം അതിൻ്റെ നിറം രക്തപീതമാണ്. ആഗ്നേയാസ്ത്രം അതിൻ്റെ നിറം ഊത നിറമാണ്, അതായത് ചുവപ്പ് കലർന്ന നീല, അതിനെയാണ് ഊതം എന്ന് പറയുന്നത്. നാരസിംഹമാണ് അടുത്ത ആയുധം, അതിൻ്റെ നിറം ഇന്ദ്രനീലമാണ്. ഇങ്ങനെ സപ്ത അസ്ത്രങ്ങളും സപ്തവർണ്ണങ്ങളും ആണ് നിൽക്കുന്നത്. ഇനി അടുത്തത് സപ്തസാലങ്ങൾ എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. അതായത് അരയാൽ, മാവ്, അകിൽ, ഇലഞ്ഞി, ചമത, കാഞ്ഞിരം, പുളി. ഇത് 7 സപ്തസാലങ്ങൾ, 7 പ്രധാന മരങ്ങൾ.
ഓ അല്ല അതെ, സപ്തസാലങ്ങൾ. രാമൻ ബാലിയെ കൊല്ലാനായിട്ട് 7 സാലങ്ങൾ മുറിച്ചിട്ടാണ് പോകുന്നതെന്നുള്ളതാണ്. ഇനി അടുത്ത സപ്ത പുണ്യനദികൾ. സപ്തപുണ്യനദികളിൽ നമ്മൾ മന്ത്രം ജപിക്കുമ്പം നമ്മൾ തീർത്ഥം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഗംഗേ ജയമുനേ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു. അതാണ് 7. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. ഇതാണ് സപ്ത പുണ്യനദികൾ. ഇനി അടുത്തത് സപ്തസ്വരങ്ങൾ. നമ്മൾ പറഞ്ഞു ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഇത് ഷഡ്ജം നമ്മൾ ആദ്യമേ പറഞ്ഞു. നാസിക, കണ്ഠം, മാറിടം, താലു, നാവ്, പല്ല്, ഈ 6 സ്ഥാനങ്ങൾ തട്ടി വരുന്ന സ്വരമാണ്. ഋഷഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രകൃതിയിൽ നോക്കുകയാണെങ്കിൽ കാളയുടെ സ്വരമാണ് കാള, ഋഷഭം. ഗാന്ധാരം ആടിൻ്റെ സ്വരമാണ്, ഗാന്ധാരം ഗാ. മധ്യമം എന്ന് പറഞ്ഞാൽ നാഭിയിൽ നിന്ന് പുറപ്പെട്ട് കണ്ഠങ്ങളിൽ തട്ടി മഹാനാദമായിട്ട് വരുന്നതാണ് മധ്യമം എന്ന് പറയുന്നത്. പഞ്ചമം എന്ന് പറഞ്ഞാൽ അതും നാഭി, ഉരസ്, അതായത് മാറിടം, ഹൃദയം, കണ്ണ്, മൂർധാവ് ഇവയിൽ തട്ടി വരുന്നതാണ് ധൈവതം എന്ന് പറയുന്നത്. പഞ്ചമം എന്ന് പറയുന്നത്. ധൈവതം എന്ന് പറയുമ്പോൾ വീണയുടെ തന്ത്രികളിൽ നിന്നോ കണ്ഠത്തിൽ നിന്നോ പുറപ്പെടുന്ന ഒരു സ്വരമാണ്, അത് ധൈവതം. 7 നിഷാദം. നിഷാദം എന്ന് പറഞ്ഞാൽ ആനയുടെ ശബ്ദമാണ്. അതാണ് പ്രകൃതിയിൽ അതിന് ഈക്വലായിട്ടുള്ള ശബ്ദ വിശേഷം അങ്ങനെയാണ്. ഇനി അടുത്തത് സപ്തമാതൃക്കളും അവരുടെ വാഹനവും. നമ്മൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ സത്സംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓരോ നമ്മൾ ബലിക്കല്ലുകളെക്കുറിച്ച് പറഞ്ഞു തെക്കേ ഭാഗത്ത് 7 പേര് ഒരുമിച്ചുണ്ട്, സപ്തമാതൃക്കളുണ്ട്. അതിൻ്റെ കൂടെ ഗണപതിയും വീരഭദ്രനും, അങ്ങനെ 9 കല്ലുകൾ ചേർത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അത് ചിലയിടത്ത് പ്രതിഷ്ഠ അവിടെ തന്നെ ഉണ്ടാകും, ചിലയിടത്ത് സങ്കല്പമായിരിക്കും, എങ്കിലും അതാണ് സപ്തമാതൃക്കൾ എന്ന് പറയുന്നത്. ഈ സപ്തമാതൃക്കൾ, ഒന്ന് ചാമുണ്ഡി, ചാമുണ്ഡിയുടെ വാഹനം പ്രേതവാഹിനി. അടുത്തത് വരാഹി, വരാഹിയുടെ വാഹനം മഹിഷവാഹിനി. ഇന്ദ്രാണി ഐരാവത വാഹിനിയാണ്. വൈഷ്ണവി ഗരുഡവാഹിനിയാണ്. മഹേശ്വരി വൃഷഭവാഹിനിയാണ്. കൗമാരി മയൂരവാഹിനിയാണ്. ബ്രാഹ്മി ഹംസവാഹിനിയാണ്. എങ്ങനെ 7 സപ്തമാതൃക്കളാണ് അവരുടെ വാഹനങ്ങളാണ്. ഇനി അതുപോലെ നമുക്ക് ഈ ഇന്ത്യയിൽ ഭാരതത്തിൽ മോക്ഷം കിട്ടാനായിട്ട് സപ്തമോക്ഷപുരികളുണ്ട്. അവിടെ പോയി ദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. മോക്ഷത്തിന് ഉതകമായ സ്ഥാനം ഒന്ന് അയോധ്യ, ഉത്തർപ്രദേശിലാണ്. മധുരാപുരി, അതും ഉത്തർപ്രദേശിലാണ്. കാശി, അതും ഉത്തർപ്രദേശിലാണ്. കാഞ്ചീപുരം, അത് തമിഴ്നാട്ടിലാണ്. മായാപുരി, അതാണ് ഹരിദ്വാർ, അത് ഉത്തരാഞ്ചലിലാണ്. അവന്തിക, അത് ഉജ്ജയിനി എന്നും പറയും, അത് മധ്യപ്രദേശിലാണ്. ദ്വാരകാപുരി, ഇത് ഗുജറാത്തിലാണ്. ഇങ്ങനെ 7 മോക്ഷപുരികളാണ് ഭാരതത്തിൽ ഉള്ളത്. ഇനി 7ാമത്തെ അടുത്തത് സപ്ത ചിരഞ്ജീവികൾ. അതായത് ഈ നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ പറയുന്ന 7 ജീവികൾക്ക് മരണമില്ല, അവർ ചിരഞ്ജീവിയാണ്. ഈ ഒരു കൽപ്പം മുഴുവനും അവരുണ്ടായിരിക്കും. കൽപ്പം കഴിയുമ്പോൾ അവരില്ലാതാവും, അടുത്ത കൽപ്പത്തിൽ വേറെ ഉണ്ടാവുകയും ചെയ്യും. അവരാണ് ഒന്ന് അശ്വത്ഥാമാവ്. ഇപ്പം നമ്മൾ വിചാരിക്കുക അശ്വത്ഥാമാവിനെ എന്തുകൊണ്ട് കൊന്നില്ല എന്ന്. അശ്വത്ഥാമാവിനെ കൊല്ലാൻ പറ്റത്തില്ല, കാരണം മരണമില്ലാത്ത ഒരു ജീവിയാണ്. അടുത്തത് മഹാബലി. മഹാബലിയെ നമ്മൾ ചവിട്ടിത്താത്തി വാമനം കൊല്ലുന്നില്ല, കൊല്ലാൻ പറ്റത്തില്ല, അതും ചിരഞ്ജീവിയാണ്. 3 വേദവ്യാസൻ. വ്യാസമഹർഷിയും ഓരോ യുഗങ്ങളിലും ഓരോ കൽപ്പത്തിലൊക്കെ മാറി വരും. കൽപ്പത്തിലല്ല, ഓരോ മന്വന്തരങ്ങളിലും മാറി വരും. ഈ കൽപ്പം മുഴുവനും ആ വേദവ്യാസം ഉണ്ടാകും. അടുത്തത് 4ാമത്തെ ഹനുമാൻ സ്വാമി. ഹനുമാനും മരണമില്ല. അടുത്തത് രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ. വിഭീഷണനും മരണമില്ല, ഇപ്പോഴും ശ്രീലങ്കയിൽ എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. ഹനുമാനും നമ്മുടെ ഹിമാലയത്തിലുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, ഇപ്പോഴും ഉണ്ട്. അടുത്തത് കൃപാചാര്യർ. കൃപാചാര്യർക്കും മരണമില്ല. അടുത്തത് പരശുരാമൻ. പരശുരാമനും മരണമില്ല. അങ്ങനെ 7 ചിരഞ്ജീവികളാണ് നമുക്കുള്ളത്. മാർക്കണ്ഡേയനെ രക്ഷിച്ചതാണ് ഭഗവാൻ, അങ്ങനെ ചിരഞ്ജീവിയെ രക്ഷിച്ചാണ്. പക്ഷേ മാർക്കണ്ഡേയന് മരണം ഉണ്ടെന്നുള്ളതാണ്. അത് ഇത്ര ദിവസം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞതിന് ഭഗവാൻ ആയുസ് നീട്ടിക്കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. ഈ കൽപ്പം മുഴുവനും 3648 ലക്ഷം വർഷമാണ്, ഒരു മനുഷ്യവർഷമാണ് ഒരു കൽപ്പം വരുന്നത്. അത്രയും അവർ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് അല്ല നാരായണ ഓരോ മന്വന്തരങ്ങളും അതും കഴിയുമ്പം മാറും.
ശരിക്ക് ഈ ബ്രഹ്മസൃഷ്ടിയിലുള്ള ഈ സപ്തർഷികൾ അവരെല്ലാം ചിരഞ്ജീവികളാണ്. ബ്രഹ്മസൃഷ്ടി ആ സനകൻ സനകാദി മുനികൾ ഈ സപ്തർഷികൾ അവരൊക്കെയാണെന്നുള്ളതാണ്. പക്ഷേ അവരെ ഇങ്ങനെയുള്ള ഇതിൽ വന്നിട്ടുള്ളവരല്ല, അല്ലാതെ വേറെ മാതാപിതാക്കൾക്ക് പറഞ്ഞിട്ടുള്ളവരാണ്. ബ്രഹ്മസൃഷ്ടിയിലുള്ളവർ നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ടാണ്. അശ്വത്ഥാമാവ് സപ്തവ്യസനങ്ങൾ, അതായത് ഇത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സപ്തവ്യസനങ്ങൾ. ഇവ 7 രാജാക്കന്മാർക്ക് വർജ്യമാണ്. രാജാക്കന്മാർ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളാണ്. 1 നായാട്ട്. എന്നാൽ ഇതൊക്കെ തന്നെയാണ് രാജാക്കന്മാർ കൂടുതൽ ചെയ്യുന്നത്, അത് തന്നെയാണ്. ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. നായാട്ട്, ചൂതുകളി അതും പാടില്ല, സ്ത്രീ സേവ അതും പാടില്ല, മദ്യപാനം അതും പാടില്ല, വാക്ചാതുര്യം വാചകമടിക്കുക അതും പാടില്ല, ദണ്ഡപാരുഷ്യം അനാവശ്യമായിട്ട് ആരെയൊക്കെ ശിക്ഷിക്കുക, പരുഷമായിട്ട് ശിക്ഷിക്കുക അതും പാടില്ല, അർത്ഥഭൂഷണം അർത്ഥം വെച്ച് ദ്വയാർത്ഥമൊക്കെ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തില്ല. ഈ സത്യം ഇത് പാടില്ലാത്തതാണ്, പക്ഷേ എല്ലാ രാജാക്കന്മാർക്കും ഇതേ ഉള്ളൂ. അതാണ് ഒരു വിശേഷം. അടുത്തത് സപ്തജിഹ്വ എന്ന വാക്കാണ്. ജിഹ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്ക് എന്നാണ്. സപ്തജിഹൻ അഗ്നിയുടെ 7 നാവുകളാണ്. അഗ്നി ഭഗവാന് 7 നാവാണ് ഉള്ളതെന്ന് പറഞ്ഞത്. അത് കരാളി, ധൂമിനി, ശ്വേത, ലോഹിത, നീലലോഹിത, സുവർണ, പത്മരാഗ, ഇങ്ങനെ 7 നാക്കുകളാണ് അഗ്നിക്കുള്ളത്. ഇനി അതിനെ കുറച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മുടെ സയൻറ്റിഫിക്കായിട്ട് പോയി കഴിഞ്ഞാൽ ഈ 7 ടെമ്പറേച്ചർ ഡിഫറൻസ് അതിനുണ്ട്. ഹൈലി എക്സൈറ്റഡ് ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ, ഇങ്ങനെ ആ ഓരോ നാവിൽ നിന്നും വരുന്ന അഗ്നിക്ക് ഓരോ ചൂടാണ്. ഓരോന്നിനെ നശിപ്പിക്കാനുള്ള കഴിവാണ്. ലോകം മുഴുവനും നശിപ്പിക്കാനുള്ള കഴിവ്. നമ്മുടെ പ്ലാസ്മയൊക്കെ അതിനകത്ത് വരുന്നതാണ്. പ്ലാസ്മ ഈസ് ദ 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതൊക്കെ ഇതിനകത്ത് വരുന്ന ഇതാണ്. സൂര്യനിലെ പ്ലാസ്മ സ്റ്റേറ്റാണ്. അതൊക്കെ അഗ്നിയുടെ ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ 7 എന്നുള്ള ഒരു ഇതിലോട്ട് കടന്നിരിക്കുന്നു. ഇനി നമുക്കൊരു 15 മിനിറ്റ് സമയമുണ്ട്. 8 കൂടി നോക്കിയാലോ? അതാണ്. നമുക്ക് അഷ്ടം കൂടെ പോകാം. കുറച്ച് ഉണ്ട്, ഒരു 5 മിനിറ്റ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് പോകാം. വേഗം പോകാം. 1 അഷ്ടഗന്ധം. 8 മണമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, വിശദീകരിക്കേണ്ട. അകിൽ, ചന്ദനം, ഗുൽഗുലു, മാഞ്ചി, കുങ്കുമം, കൊട്ടം, രാമച്ചം, ഇരുവേരി. ഇതാണ് അഷ്ടഗന്ധം. അടുത്തത് അഷ്ടചൂർണം. കുളിച്ചിട്ട് തലയിലൊക്കെ ഒക്കെ ഉണ്ട് അഷ്ടചൂർണം. ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ജീരകം, കരിഞ്ജീരകം, ഇന്ദുപ്പ്, പെരുങ്കായം. ഇത് 8 പൊടിച്ചതാണ് അഷ്ടചൂർണം. ഇനി അടുത്ത അഷ്ടപുഷ്പങ്ങളാണ്. പ്രധാനമായിട്ടും 8 പുഷ്പങ്ങൾ നമ്മളെടുക്കും. പുന്ന, വെള്ളരിക്ക്, ചമ്പകം, നന്ദ്യാർവട്ടം, നീലോൽപ്പലം, പാതിരി, അലരി അല്ലെങ്കിൽ അരളി എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പണ്ടത്തെ ഇതിനകത്ത് എടുക്കുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചെന്താമര. ഇതാണ് അഷ്ടപുഷ്പങ്ങൾ. ഇനി നമുക്ക് ഇത് പറയാം. അഷ്ടദ്രവ്യം ഗണപതി ഹോമത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി, കരിമ്പ്, കദളിപ്പഴം, അവിൽ, എള്ള്, നാളികേരം, മലർ, മോദകം. ഇതാണ് ഗണപതി ഹോമത്തിനെടുക്കുന്നത്. എന്നാൽ യാഗം ചെയ്യുമ്പോൾ എടുക്കുന്നത് 8 വേറെയാണ്. നാളികേരം, ശർക്കര, തേൻ, കരിമ്പ്, അപ്പം, അട, എള്ള്, പഴം. ഇത് 8 നമ്മൾ ഈ അഷ്ടദ്രവ്യങ്ങളാണ് യാഗത്തിന് ഉപയോഗിക്കുന്നത്. ഇനി വേറെ ഹോമങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കാറുള്ളത് അഷ്ടദ്രവ്യം എടുക്കുന്നത് അരയാൽ, അത്തി, പ്ലാശ്, പേരാൽ. ഇവയുടെ ഉണങ്ങിയ കൊമ്പുകളാണ്. ഇതിനെ സമിത്തെന്ന് വേഗം പറയും. ഒറ്റച്ചേർത്ത് പറയും. സമിത്ത് വാങ്ങിക്കണമെന്ന് പറയും. സമിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയാൽ, അത്തി, പ്ലാശ്, പേരാൽ ഇവയുടെ ഉണങ്ങിയ കൊമ്പുകൾ. അതായത് ഹോമത്തിലൊക്കെ വേഗം തീ എത്തി വരാനൊക്കെ ഉള്ളതാണ്. സവിത്ത് ഹോമിക്കുക എന്ന് നമ്മൾ പറയും. അതാണ്. പിന്നെ അതുകൂടാതെ വെൺകടുക്, വെളുത്ത കടുക്, എള്ള്, പായസം, നെയ്യ്. ഇതാണ് ഹോമങ്ങളിലുള്ള അഷ്ടദ്രവ്യം. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ വേറെയാണ്, യാഗത്തിന് വേറെയാണ്, മറ്റ് ഹോമങ്ങൾക്കും വേറെയാണ്. അടുത്തത് അഷ്ടബന്ധം. അഷ്ടബന്ധം എന്ന് പറയുന്നത് നമ്മൾ
അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫെവിക്കോളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തോ പറയുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അഷ്ടബന്ധം ഉണ്ടാകും. ആ കലശം ഉറപ്പിച്ചിട്ടാടുന്നതാണ് ആ അഷ്ടബന്ധം. അതാണ് അതുണ്ടാക്കുന്ന കുറച്ച് പ്രയാസമാണ്. അത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറൾഡൈറ്റ് പോലത്തെ സാധനം, ഒരു അറൾഡൈറ്റ് എന്ന് തന്നെ പറയാം. അതായത് ശംഖുപൊടി, കടുക്കാപ്പൊടി, ചെഞ്ചല്യപ്പൊടി, കോഴിപ്പരൽ, ആറ്റുമണൽ, നെല്ലിക്കാപ്പൊടി, നൂൽപ്പഞ്ഞി, കോലരക്ക്, ഈ 8 സാധനങ്ങൾ 41 ദിവസം ഉരലിലിട്ട് ഇടിച്ച് പാകപ്പെടുത്തിയെടുത്താൽ അഷ്ടബന്ധമായി. ഇതാണ് വിഗ്രഹപ്രതിഷ്ഠയ്ക്കായി ഉപയോഗിക്കുന്നത്. 41 ദിവസം ഇടിക്കണം. ഇത് ഇടിച്ച് സോഫ്റ്റായി അത് കഴിഞ്ഞ് അത് ഹാർഡാകാൻ 4 ദിവസവും 5 ദിവസവും അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അതാണുള്ളത്. അടുത്തത് അഷ്ടസിദ്ധികളാണ്. അത് നമ്മൾ കഴിഞ്ഞ 6 ഗുണങ്ങളെ പറഞ്ഞു പോയപ്പോൾ നമ്മൾ അഷ്ടസിദ്ധികൾ വിശദമായിട്ട് നമ്മൾ കണ്ടു. അടുത്തത് അഷ്ടലക്ഷ്മികളാണ്. എല്ലാവരും ഇഷ്ടം അഷ്ടലക്ഷ്മി വിളക്ക്, അഷ്ടലക്ഷ്മി പൂജ, അഷ്ടലക്ഷ്മി വളയമൊക്കെ എല്ലാവരും മാലയൊക്കെ ഇടാറുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോകാം നമുക്ക്. അതായത് ആദിലക്ഷ്മി എല്ലാവിധ സിദ്ധികളും തരുന്നവളാണ്. സർവ്വസിദ്ധികളും തരുന്നതാണ്. സിദ്ധിയാണ് ആദിലക്ഷ്മി. സന്താനലക്ഷ്മി തരുന്നത് സന്താനഭാഗ്യമാണ്. ഗജലക്ഷ്മി തരുന്നത് രാജസ്ഥാനമാണ്. സ്ഥാനമാനങ്ങൾ തരുന്നവളാണ് ഗജലക്ഷ്മി. ധനലക്ഷ്മി തരുന്നത് സമ്പത്താണ്. സമ്പത്ത് തരുന്നവളാണ് ധനലക്ഷ്മി. ധാന്യലക്ഷ്മി തരുന്നത് നമുക്ക് അന്നങ്ങളും തരുന്നവളാണ് ധാന്യലക്ഷ്മി. വിജയലക്ഷ്മി തരുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയം തരുന്നവരാണ് വിജയലക്ഷ്മി. വീരലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യവും വീര്യവും ഒക്കെ തരുന്നതാണ് വീരലക്ഷ്മി. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സകല സൗഭാഗ്യങ്ങളും തരുന്നവളാണ് മഹാലക്ഷ്മി. ഇങ്ങനെയാണ് അഷ്ടലക്ഷ്മികൾ. ആദിലക്ഷ്മി, സന്താനലക്ഷ്മി, ഗജലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, വിജയലക്ഷ്മി, വീരലക്ഷ്മി, മഹാലക്ഷ്മി. എന്നാൽ വേറൊരു പുസ്തകത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി. അങ്ങനെ വേറെ 2 ഇതുണ്ട് ഇതിന്. അതാണ് വിദ്യാലക്ഷ്മി ഉണ്ടത്. ഇനിയും അഷ്ടഗുണങ്ങൾ എന്ന് വെച്ചാൽ ഏതൊരു ഭൂതങ്ങൾക്കും വേണ്ട ഭൂതദയ, ക്ഷമ, അസൂയയില്ലാത്ത അവസ്ഥ, ഗൗരവം, അനായാസം, മംഗളം, കാർപണ്യം അതായത് ദാരിദ്ര്യമില്ലായ്മ, അസ്പൃഹ അതായത് ആഗ്രഹമില്ലായ്മ. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ട 8 ഗുണങ്ങളാണ്. അഷ്ടഗുണങ്ങൾ എന്നാണ് അത് പറയുന്നത്. അടുത്തത് അഷ്ടധാതുക്കളാണ്, കോമ്പൗണ്ട്സാണ്. സ്വർണം, വെള്ളി, ചെമ്പ്, വെള്ളീയം, നാഗം, കാരീയം, ഇരുമ്പ്, രസം, മെർക്കുറി. ഇതാണ് അഷ്ടധാതുക്കൾ പ്രധാനമായിട്ടുള്ളത്. അടുത്തത് അഷ്ട ആത്മാക്കളാണ്. ഒരു ശരീരത്തിൽ നമ്മുടെ പരമാത്മാവും ജീവാത്മാവും എന്ന് പറഞ്ഞെങ്കിലും അത് പല രീതിയിലാണ് ഈശ്വരൻ്റെ ഇത് ഇരിക്കുന്നത്. അത് പ്രധാനമായും 8 രീതിയിലാണ്. ജീവാത്മാ, അന്തരാത്മാ, പരമാത്മാ, നിർമ്മലാത്മാ, ശുദ്ധാത്മാ, ജ്ഞാനരൂപാത്മാ, മഹാത്മാ, ഭൂതാത്മാ. ഇങ്ങനെ 8 രൂപത്തിലാണ് ഈശ്വര ചൈതന്യം നമ്മൾ ഇരിക്കുന്നത്. ഇനി അഷ്ടകരണങ്ങൾ. ഇത് നമ്മൾ ബ്രഹ്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, സങ്കല്പം, നിശ്ചയം, അവധാനം, അഭിമാനം. ഇതൊക്കെ വെച്ചിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയതെന്ന് നമ്മളന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രീകൃഷ്ണൻ്റെ 8 പത്നിമാർ, അഷ്ടപത്നിമാർ കൃഷ്ണൻ്റെ. അത് പറയാതിരുന്ന് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് ദേഷ്യമാകത്തില്ലേ? നീ എൻ്റെ ഭാര്യയുടെ കാര്യം എന്താ പറയാൻ ചോദിക്കത്തില്ലേ? അതായത് രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷണ. ഇവരാണ് ഭഗവാന്റെ 8 പത്നിമാർ. ഇനി അഷ്ടഗ്രഹങ്ങൾ. അതായത് കേരളത്തിൽ ആഢ്യ നമ്പൂതിരിമാരുടെ 8 മനകളുണ്ടായിരുന്നു. അവർ പേര് കേട്ട മനകളായിരുന്നു പണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ചില മനകൾ ഇപ്പോഴും ഉണ്ട്. 1 പൂമുള്ളി മന, ഒളപ്പമണ്ണ മന. 2 വരിക്കശ്ശേരി മന, അതിപ്പോഴും ഉണ്ട്, നമുക്ക് പോയി കാണാം. കൂടല്ലൂർ മന, പൊറയന്നൂർ മന, കുറളശ്ശേരി മന, മേപ്പത്ത് നമ്പൂതിരി, എടമന. ഇങ്ങനെ 8 ആഢ്യഗ്രഹങ്ങൾ.
ആദ്യമൊന്നും ഈ പാലക്കാട് അടുത്ത് തന്നെയാണ് നമ്മൾ. അടുത്തത് അഷ്ടദിഗ്ഗജങ്ങളാണ്. അതായത് നമ്മൾ അഷ്ടദിക്പാലകരെ പോലെ 8 ആനകൾ, ഐരാവതമൊക്കെ പറഞ്ഞ അങ്ങനെയുണ്ട്. അത് കൊമ്പന്മാരാണ്. അതിൽ പിടിയാനകളുമുണ്ട്. രണ്ടിൻ്റെ പേര് പറയാം. ഐരാവതമാണ് ആദ്യത്തേത് അഷ്ടദിഗ്ഗജം. അതിൻ്റെ സ്ത്രീ വരുമ്പോൾ അഭ്രമു എന്ന് പറയും. അടുത്തത് പുണ്ടരീകൻ്റെ സ്ത്രീ കപില. പിന്നെ വാമനൻ എന്ന അഷ്ടദിഗ്ഗജത്തിൻ്റെ സ്ത്രീ ഭാഗം പിങ്കള. കുമുദൻ അനുപമ. അഞ്ജനൻ താമ്രവർണി. പുഷ്പദന്തൻ ശുഭ്രദന്തി. സാർവഭൗമൻ അങ്കന. സുപ്രതീകൻ അഞ്ജനാവതി. ഇതാണ് അഷ്ടദിഗ്ഗജങ്ങൾ. കൊമ്പന്മാരും 8 പിടിയാനകളും. ഇവരാണ് 8 ദിക്കുകളിലും എല്ലാം കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ അഷ്ടദിക്പാലകരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ദ്രൻ, അഗ്നൻ, യമൻ, നിര്യതി. അത് ഓരോന്നും അവരുടെ ഓരോ സ്ഥാനമുണ്ട്. അത് നമ്മൾ ആദ്യം അമ്പലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞെങ്കിലും പറഞ്ഞു കാണാം. ഇന്ദ്രൻ കിഴക്ക്, അഗ്നി തെക്കുകിഴക്ക്, യമൻ തെക്ക്, നിര്യതി തെക്കു പടിഞ്ഞാറ്, വരുണൻ പടിഞ്ഞാറ്, വായു വടക്കു പടിഞ്ഞാറ്, കുബേരൻ വടക്ക്, ഈശൻ വടക്കു കിഴക്ക്. ഇതാണ് അഷ്ടദിക്പാലകരുടെ സ്ഥാനങ്ങൾ. ഇനി അഷ്ടനാഗങ്ങളാണ് പ്രധാനപ്പെട്ട. നവനാഗങ്ങൾ ഉണ്ട്, വേറെ അത് വരുന്നുണ്ട്. എന്നാൽ ഈ 8 പ്രത്യേകതയുള്ളതാണ്. വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖപാലൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, അനന്തൻ. ഇവർ 8 പേരുമാണ് അഷ്ടനാഗങ്ങൾ. 9 നവനാഗങ്ങൾ വേറെ വരുന്നുണ്ട്. ഇനി വിവാഹങ്ങളാണ്. നമ്മൾ വിവാഹം കഴിക്കുന്ന വിവാഹം എന്ന് പറഞ്ഞപ്പോൾ ശരിക്ക് പണ്ട് ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ, കുട്ടി, ഒരു മനുഷ്യന് 4 വിവാഹമാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം 3 വിവാഹം കഴിഞ്ഞവരാണ് നമ്മളെല്ലാവരും. അതായത് ആദ്യം പിറക്കുമ്പോൾ ഭൂസ്പർശം, അപ്പം പിന്നെ അത് മരിക്കുന്നവരെ വരെ അത് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ വരിച്ചത് എന്നുവെച്ചാൽ ദൃഢമായ ബന്ധത്തെയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്, അല്ലേ? ആ ദൃഢമായ ബന്ധം അവിടെ ആദ്യത്തെ തുടങ്ങി. 2 ശ്വാസം, അല്ലേ? ശ്വാസം. അപ്പോൾ അതും നമ്മൾ വരിക്കുന്ന നമ്മളെ വിടാൻ പറ്റാത്ത ദൃഢമാണ്. 3-മത്തെ നമ്മൾ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ച് ശരീരവും തമ്മിലുള്ള വിവാഹം. അപ്പോൾ നമ്മുടെയൊക്കെ 3 കഴിഞ്ഞാൽ 4-മത്തെ ജീവാത്മാ പരമാത്മാ സംയോഗം. അത് ലാസ്റ്റാണ്. അങ്ങനെ 4 ബന്ധങ്ങളാണ്, അഭേദ്യമായ ബന്ധങ്ങളാണ്, വിവാഹങ്ങളാണ് നമുക്കുള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഈ 2 ശരീരം തമ്മിലുള്ള വിവാഹം, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹങ്ങൾ 8 രീതിയിലാണ്, അഷ്ടവിധത്തിലാണ്. ഹൈന്ദവധർമ്മ പ്രകാരം ശാസ്ത്രകാരന്മാർ അംഗീകരിച്ചിട്ടുള്ള 8 വിവാഹ രീതികളാണ് ഇവിടെ പറയുന്നത്. 1, ബ്രാഹ്മം എന്ന വിവാഹത്തിൽ പിതാവ് പുത്രിയെ യഥാശക്തി അലങ്കരിച്ച് സ്ത്രീധനം കൂടാതെ ബ്രഹ്മചാരിക്ക് കൊടുക്കുന്നതിനെയാണ് ബ്രാഹ്മ വിവാഹം എന്ന് പറയുന്നത്. 2, ദൈവീക വിവാഹമുണ്ട്. യാഗം ചെയ്യുന്ന ആൾ ഋഷിക്കോ പുരോഹിതനോ തൻ്റെ പുത്രിയെ ദാനം ചെയ്യും. പണ്ട് രാജാക്കന്മാരൊക്കെ യാഗമൊക്കെ കഴിയുമ്പോൾ ആ ഇതിനുള്ള അവർക്ക് പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാറുണ്ട്. അതാണ് ദൈവിക സമ്പത്താണ്, ദൈവത്തിന് കൊടുത്ത രീതിയിലുള്ളതാണ്. അടുത്തത് ആർഷവിവാഹം എന്ന് പറയും. അതായത് പശുവിനെയോ കാളയെയോ വാങ്ങി പകരം കന്യയെ കൊടുക്കുക. അതിനെയാണ് ആർഷവിവാഹം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അലൗഡാണ്. ആർഷം പകരം കൊടുക്കുന്നത് പശുവ്, കാള ഇവയെ ഇങ്ങോട്ട് വാക്കി പുത്രിയെ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അടുത്തത് പ്രജാപത്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിയമാനുഷ്ഠത്തോടുകൂടി വാഴുവിൻ എന്ന് പറഞ്ഞ് പിതാവ് പ്രതിഫലം കൂടാതെ പുത്രിയെക്കുറിച്ച്, അത് പ്രജാപതിയാണ്. ഈ അച്ഛൻ എന്ന് പറയുന്നത് പ്രജാപതിയുടെ സ്ഥാനത്താണ്. അപ്പം നിങ്ങൾ പോയിട്ട് പ്രജകളെ ഉണ്ടാക്കി ലോക നന്മയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ ഒന്നുമില്ലാതെ അങ്ങനെ അച്ഛൻ പിതാവ് ഇങ്ങനെ അനുഗ്രഹിക്കും. നിങ്ങൾ നിയമാനുഷ്ഠാനത്തോട് ജീവിക്കൂ എന്ന് അനുഗ്രഹിച്ച് വിടുന്ന വിവാഹമുണ്ട്. അതാണ് പ്രജാപത്യം എന്ന് പറയുന്നത്. 5-മത്തെ വിവാഹം ഗാന്ധർവം. അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അത് പ്രേമവിവാഹം എന്ന് തന്നെ പറയാം. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അനുരാഗം നിമിത്തം ബന്ധുക്കളുടെ അറിവും വിധിപ്രകാരമുള്ള ആചാരങ്ങളും ഇല്ലാതെ നടത്തുന്ന വിവാഹം. ആചാരമൊന്നും ഇല്ലാതെ അവരിഷ്ടപ്രകാരം നടത്തുന്നത്, അതിനെ ഗാന്ധർവ വിവാഹം എന്നാണ് പറയുന്നത്.
അടുത്തത് ആസുരം. ആസുരം എന്ന് പറഞ്ഞാൽ ബന്ധുജനങ്ങളിൽ നിന്നും കന്യകയെ വിലയ്ക്ക് വാങ്ങുകയാണ്. അങ്ങനെ ആസുരമായിട്ടൊരു ഇത് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. കന്യകയെ വില കൊടുത്ത് വാങ്ങിക്കുക, പെണ്ണിനെ കാശ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് അച്ഛനമ്മമാർക്ക് കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് ഇപ്പോഴും ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അടുത്തത് രാക്ഷസം. രാക്ഷസ വിവാഹം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്ത്രീയെ ബലാത്കാരേന പിടിച്ചുകൊണ്ട് വരുന്നതാണ്. അത് നമ്മുടെ ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. രുക്മിണി സ്വയംവരമൊക്കെ അങ്ങനെയാണ്. രുക്മിണിയൊക്കെ അതാണ് രാക്ഷസമായ വിവാഹം. അടുത്തത് എട്ടാമത്തെ പൈശാചം. പൈശാചം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ബോധമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അവളെ ബലാത്കാരേണ ഭാര്യയാക്കുന്നതാണ് പൈശാചികമായിട്ടുള്ള ഇതാണ്. അങ്ങനെ 8 വിവാഹങ്ങളാണ് ഉള്ളത്. ഇനി അഷ്ടവൈദ്യന്മാർ. നമ്മുടെ കേരളത്തിലെ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് 8 ഇല്ലക്കാർക്ക് വൈദ്യശാസ്ത്രം ഉപദേശിച്ചു പരശുരാമൻ എന്നാണ് പറയുന്നത്. 8 ഇല്ലക്കാർക്ക് പരശുരാമൻ വൈദ്യശാസ്ത്രം ഉപയോഗിച്ചു. ആ 8 ഇല്ലം ഒന്ന് കുട്ടഞ്ചേരി മൂസ്, പ്ലാത്തോൾ മൂസ്, ചിരട്ടമൻ അതായത് വയസ്കര മൂസ്, ഇളയിടത്ത് തൈക്കാട്ട് മൂസ്, തൃശ്ശൂർ തൈക്കാട്ട് മൂസ്, വെള്ളോട്ട് മൂസ്, ആലത്തൂർ നമ്പി, കാത്തോട്. ഇങ്ങനെ 8 പേർക്കാണ് ഈ വൈദ്യശാസ്ത്രം പരശുരാമൻ നേരിട്ട് ഉപദേശിച്ചു കൊടുത്താണ്. ഇനി അഷ്ടദൂതികൾ. അഷ്ടദൂതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂത് പറയുന്നവരാണ്. അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പോയി നമ്മുടെ അതിനെന്താ സ്ഥലം പറയും മെസ്സഞ്ചേഴ്സാണ് ദൂതികൾ. ഒന്ന് നിസൃഷ്ടാർത്ഥ, പരിമിതാർത്ഥ, പത്രവാഹിനി, സ്വയംഭൂതി, മൂഢഭൂതി, ഭാര്യദൂതി, മൂകദൂതി, വാദദൂതി. ഇതൊക്കെ പേപ്പർ കൊണ്ട് പത്രവാഹിനി എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊണ്ടുപോകുന്നവരും പരിമിതമായ കാര്യങ്ങൾ പറയുന്നത് പരിമിതാർത്ഥമെന്നും സ്വയംഭൂതി തന്നെത്താൻ ആരും പറയാതെ തനിയെ പോയി ദൂത് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളതാണ് ഈ എണ്ണ. അത് അഷ്ടദൂതി അത്ര വലിയ പ്രാധാന്യം നോക്കണ്ട. അടുത്തത് അഷ്ടബുദ്ധി ഗുണങ്ങളാണ്. മനുഷ്യന് വേണ്ട ബുദ്ധിയിൽ 8 ഗുണങ്ങൾ അത്യാവശ്യമാണ്. അത് ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം, ഊഹം അതായത് ഗസ് ചെയ്യാനുള്ള കഴിവ്, അപോഹം എന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായി വിചാരം ചെയ്യാനുള്ള കഴിവ്, അർത്ഥബോധം, തത്വജ്ഞാനം. ഈ 8 ഗുണങ്ങൾ ബുദ്ധി ഗുണങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകണമെന്നതാണ്. ഇനി ഇക്ഷ്വാകു വംശത്തിലെ 8 മന്ത്രിമാർ. ഇക്ഷ്വാകു വംശത്തിലെ പ്രധാനമന്ത്രിമാർ ജയന്തൻ, ദൃഷ്ടി, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലൻ, സുമന്ത്രൻ. ശ്രീരാമൻ്റെ സമയത്തുണ്ടായിരുന്ന സുമന്ത്രനായിരുന്നു. ആ കുലത്തിലെ ഇക്ഷ്വാകു വംശം, അത് ആ വംശത്തിലെ മുമ്പുള്ള മന്ത്രിമാരെയാണ് ഈ പറഞ്ഞത്. ഈ 8 മന്ത്രിമാരും വളരെ പ്രാധാന്യങ്ങളായിരുന്നു. ഒന്നുകൂടെ പറയാം: ജയന്തൻ, ദൃഷ്ടി, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലൻ, സുമന്ത്രൻ. ഇതാണ്. ഇനി അഷ്ടയോഗിനിമാരുണ്ട്. ഈ അഷ്ടയോഗിനിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാദേവിയുടെ പരിചാരികമാരാണ് അവർ. യോഗിനിമാർ ദുർഗാദേവിയെ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് യോഗിനി. അവർ 8 പേരാണ്. അത് മാർജനി, കർപ്പൂരതിലക, മലയഗന്ധിനി, കൗമോദിക, ഭേരുദണ്ഡ, ഭേരുണ്ട, മാതാലി, നായകി, ജയ. ഇങ്ങനെ 8 പേരാണ് അഷ്ടയോഗിനികൾ. ദുർഗാദേവിയുടെ പരിപാലകരാണവർ. ഇനി അഷ്ടാംഗ നമസ്കാരം. ഇത് പുരുഷന്മാർക്കുള്ളതാണ്. സ്ത്രീകളുടെ നമ്മളെ പഞ്ചാംഗ നമസ്കാരം കഴിഞ്ഞ് 5 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. കൈകൾ 2, കാൽമുട്ടുകൾ 2, തോളുകൾ 2, നെഞ്ച്, നെറ്റി ഇത് ചേർത്തിട്ടാണ് അഷ്ടാംഗ നമസ്കാരം. ഇതുകൂടാതെ ഒരു ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ നമസ്കാരമുണ്ട്. കൈകൾ മുമ്പോട്ട് വെച്ച് ദണ്ഡം, അതായത് കാൽമുട്ട്, ജാനു, കരം, മാറിടം, ശിരസ്, നേത്രം, മനസ്സ്, വാക്ക് ഈ അംഗങ്ങളെയെല്ലാം ശ്രദ്ധായുക്തമായി ഒരു ദണ്ഡ് പോലെ ഭൂതലത്തിൽ വീണ് നമസ്കരിക്കുന്നതാണ് ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത്. ഇനി അഷ്ടാംഗയോഗം. ഇതിനകത്ത് പലതും നമ്മുടെ വിനോദ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാറുണ്ട്. യമം, നിയമം, പ്രാണായാമം, ആസനം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഇതാണ് അഷ്ടാംഗയോഗം. ഇതിൽ കൂടുതലും ഇവിടെ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ വേണ്ട വിധത്തിൽ ഈ സമയത്ത് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അഷ്ടമൂർത്തികളാണ്. അഷ്ടമൂർത്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷിതി അതായത് ഭൂമിയിൽ, ശർവൻ എന്നാണ്, ജലം ഭവൻ ആണ്,
വായുമൂർത്തി ഉഗ്രനാണ്, ചക്രമൂർത്തി മഹാദേവനാണ്, സൂര്യമൂർത്തി ഈശാനനാണ്, യജ്ഞമൂർത്തി പശുപതിയാണ്, ആകാശമൂർത്തി ഭീമനാണ്, അഗ്നിമൂർത്തി രുദ്രനാണ്. ഇതാണ് അഷ്ടമൂർത്തികൾ. ഇനി അഷ്ടമംഗല്യ വസ്തുക്കൾ കുറേയുണ്ട്. അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അഷ്ടമംഗല്യം തട്ടെടുക്കും, പക്ഷേ ഓരോന്നിനും ഓരോആണ്. അതായത് കണ്ണാടി, സ്വർണം, പുതുവസ്ത്രം, അങ്കന, നിറകുടം, അക്ഷതം, പശു, ദീപം. ഇത് അഷ്ടമംഗലങ്ങളാണ്. ഉത്തമാഷ്ടമംഗലങ്ങൾ വേറെയുണ്ട്. അക്ഷതം, പുസ്തകം, ദീപം, കണ്ണാടി, രത്നം, നിറകുടം, പഴം, വസ്ത്രം. പിന്നെ ലൗകികാഷ്ടമംഗലങ്ങളുണ്ട്. ദീപം, കണ്ണാടി, സ്വർണം, ധാന്യം, നെയ്യ്, വസ്ത്രം, ഗ്രന്ഥം, കുങ്കുമപ്പൂവ്, അങ്ങനെ കുറേ ഉണ്ട്. വിവാഹത്തിനിടുന്നത് വേറെയാണ് കേട്ടോ. വിവാഹത്തിൻ്റെ അഷ്ടമംഗല്യം കുരവയിടുന്നത് ഒരു അഷ്ടമംഗലത്തിൽ ഒരെണ്ണമാണ്. കുരവയിടുക, വാൽക്കണ്ണാടി, നിലവിളക്ക്, പൂർണ്ണകുംഭം, അക്ഷതം, മംഗല്യസ്ത്രീ, അതായത് ഒരു അങ്കന, വിവാഹിതയായ ഒരു അങ്കന, സ്വർണം, കോടി വസ്ത്രം. ഇതാണ് വിവാഹത്തിൻ്റെ അഷ്ടമംഗലങ്ങൾ. പ്രശ്നം വയ്പ്പിന് വേറെയാണ്. വെറ്റില, അടയ്ക്ക, വസ്ത്രം, അക്ഷതം, വാൽക്കണ്ണാടി, മരച്ചപ്പ്, ഗ്രന്ഥം, ദീപം ഇതൊക്കെയാണ് പറയുന്നത്. പൂജയ്ക്ക് വേറെയാണ്. കുറേ കാര്യങ്ങളുണ്ടത്. ഗണപതിക്ക് വേറെയാണ്, ദുർഗാദേവിക്ക് വേറെയാണ്, വിഷ്ണുവിന് വേറെയാണ്, ശങ്കരനാരായണന് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട്. വിശദമായിട്ട് പോകുന്നില്ല. ആർക്കെങ്കിലും പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വിശദമായി. ഈശാന കോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്ക് വടക്ക് അതാണ് ഈശാന. അല്ല, തെക്ക് കിഴക്കെന്ന് പറയുന്നത് അഗ്നികോണാണ്. ഈശാനമാണ് വടക്ക് കിഴക്ക്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് പറയാം. ഒരു 5 മിനിറ്റ് ഇപ്പം നമ്മൾ ആൾറെഡി ലേറ്റായി, സാരമില്ലെങ്കിലും ഇപ്പം 2 കാര്യങ്ങളൂടെ പറഞ്ഞു നിർത്താം. അഷ്ടസ്നാനങ്ങളുണ്ട്. നമുക്കൊക്കെ രാവിലെ കുളിക്കാതെ അമ്പലത്തിൽ പോയി, അല്ലേ അങ്ങനൊരു പേടി വരും, ഇനി ഞാൻ കുളിച്ചതല്ല, വൈകിട്ട് അവിടെ പോയി വിളക്ക് കത്തിക്കാമോ എന്നൊക്കെ പറയും. ഇല്ല, 8 രീതിയിലുള്ള സ്നാനമുണ്ട്. വരുണസ്നാനം എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ, ഉറവകൾ, നദികൾ ഇവയിൽ മുങ്ങിക്കുളിക്കുന്നതിനെ വരുണസ്നാനം എന്ന് പറയും. 2 ആഗ്നേയ സ്നാനം എന്ന് പറഞ്ഞാൽ ജലസ്പർശമില്ലാതെ ദേഹം ആസകലം ഭസ്മം പൂശി മൃത്യുഞ്ജയം തുടങ്ങിയ മന്ത്രങ്ങൾ കൊണ്ട് ശുദ്ധി വരുത്തുന്നതിനെ ആഗ്നേയ, ഭസ്മം പുരട്ടിയിട്ട് ചെയ്യും, ആഗ്നേയ സ്നാനം. ബ്രാഹ്മസ്നാനം, ദേഹാസ്വസ്ഥ്യമുള്ളവർ, സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾ, അസുഖം വന്ന് കിടക്കുന്ന ആളാണ്, അവർക്ക് കുളിക്കാൻ പറ്റത്തില്ല. അവർക്ക് പാത്രത്തിൽ വെള്ളം നിറച്ച് വരുണമന്ത്രം ജപിച്ച് ആപാദ ചൂടം ദേഹത്ത് തളിച്ച് ശുദ്ധിയാക്കുന്നതിനെയാണ് ബ്രഹ്മസ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാം. വായവ്യസ്നാനം, അതായത് വായവ്യസ്നാനം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഈ ഗോധൂളി മുഹൂർത്തം എന്ന് പറയും. പശുക്കൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ കുളമ്പടികളിൽ നിന്നും മണ്ണിങ്ങനെ പൊങ്ങും. ഭഗവാൻ വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. ആ മുഹൂർത്തത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ മുഹൂർത്തം നോക്കണ്ട. ഗോധൂളി മുഹൂർത്തം, അത് സൂര്യൻ ഉദിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പും 20 മിനിറ്റ് കഴിഞ്ഞും, സൂര്യൻ അസ്തമിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പും 20 മിനിറ്റ് കഴിഞ്ഞും. അങ്ങനെ ഈ 40 മിനിറ്റ് രാവിലെയും 40 മിനിറ്റ് ആണ് ഗോധൂളി പോലെ. ആ ഗോധൂളി കാലികളുടെ കുളമ്പടിയിൽ നിന്ന് ആ പൊടി ഏറ്റു കഴിഞ്ഞാലും നമുക്കത് സ്നാനമാണ്, ശുദ്ധമാകും എന്നാണ് പറയുന്നത്. വായവ്യസ്നാനം. അടുത്തത് 5 ദിവ്യസ്നാനം എന്ന് പറഞ്ഞാൽ പവിത്ര തീർത്ഥങ്ങളിൽ, അതായത് വെയിലേറ്റു വരുന്ന ജലങ്ങളിൽ ഒക്കെ ഉള്ളത് നമ്മൾ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ കുളിക്കുന്നതിനെയാണ് പവിത്ര സ്നാനം എന്ന് പറയുന്നത്, ദിവ്യസ്നാനം എന്ന് പറയുന്നത്. അടുത്തത് കാപില സ്നാനം. അത് ജലത്ത് ശരീരം തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ, ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തൊടാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നനച്ച വസ്ത്രം കൊണ്ട് ശരീരം തുടച്ച് വൃത്തിയാക്കാം, അതും സ്നാനമാണ് എന്നുള്ളതാണ്. ഇനി സാരസ്വത സ്നാനം, രാവിലെ കുളിക്കുകയും എന്നാൽ വൈകിട്ട് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിളക്ക് കത്തിക്കുകയോ ഒരു പവിത്ര കർമ്മം നടത്തണമെന്ന് വരികയാണെങ്കിൽ അവരുടെ ഗുരുതുല്യരായ ആരെങ്കിലും സാരസ്വത മന്ത്രം ജപിച്ച് നീ ശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ് ജലം തെളിച്ചു കഴിഞ്ഞാൽ അത് സ്നാനമായി, സാരസ്വത സ്നാനമാണ്. അവർക്ക് പിന്നെ പൂജയോ കർമ്മങ്ങളോ ഒക്കെ ചെയ്യാം. 8 ഗായത്രി സ്നാനം, അതായത് ഗായത്രി മന്ത്രം സ്വീകരിച്ചയാൾ ദശതപം 10 പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിച്ച് നടത്തി ശുദ്ധമാക്കിയ ജലം സ്വയം ശരീരത്തിൽ തെളിച്ചു കഴിഞ്ഞാൽ അത് ഗായത്രി സ്നാനം. ഇതാണ് അഷ്ടസ്നാനങ്ങൾ. ഇത് 8ഉം പൂജയിൽ അലൗഡാണ്, നമുക്ക് ചെയ്യാം. ഇനി ഒരു കാര്യങ്ങൾ കൂടി പറയാം, അടുത്ത 9 ആണ്, അത് വേണ്ട. അഷ്ടാഭിഷേകം എന്നൊരു വഴിപാടുണ്ട്.
നിങ്ങൾ പലരും കേട്ട് കാണും, ക്ഷേത്രങ്ങളിലൊക്കെ കാണാം. സർവാഭീഷ്ടസിദ്ധിക്കായി ദേവീദേവന്മാരുടെ ക്ഷിപ്രപ്രീതിക്ക് ഈ അഷ്ടാഭിഷേകം നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം സാധിക്കുമെന്നാണ് പറയുന്നത്. അതിൽ നടത്തുന്ന ഒരു വിശിഷ്ട വഴിപാടാണ് ഈ അഷ്ടാഭിഷേകം. അതിൽ ഏറ്റവും പ്രിയം മഹാദേവനാണ്. ക്ഷേത്രങ്ങളും പൂജാരിമാരും അനുസരിച്ച് കുറച്ച് സാധനങ്ങൾക്ക്, ദ്രവ്യങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ടാകും. എങ്കിലും പ്രധാനമായിട്ടും മഹാദേവന് സാധാരണയായി ഉപയോഗിക്കുന്നത് ഗന്ധതൈലം, പഞ്ചഗവ്യം, പഞ്ചാമൃതം, പശുവിൻ പാല്, ഇളനീര്, തൈര്, തേൻ, കളഭം ഇവയാണ് ഉപയോഗിക്കുന്നത്. ഇത് ശ്രീരുദ്രം, പുരുഷസൂക്തം, സംവാദസൂക്തം, സപ്തശുദ്ധി മന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് അഭിഷേകം നടത്തുന്നതാണ്. അപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇത് നടത്താൻ കുറച്ച് നല്ല ചിലവ് കൂടുതലാവും. ഇപ്പോൾ ഗുരുവായൂരൊക്കെ എനിക്കൊന്ന് 5000, ശബരിമലയൊക്കെ 5000 രൂപ കൊണ്ടൊക്കെയാണ് അത് അവിടെ സാധനങ്ങൾ തരികയുള്ളൂ. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് പറ്റാത്തതായതുകൊണ്ട് കൊല്ലത്തിനടുത്ത് കരുനാഗപ്പള്ളി എന്ന സ്ഥലത്ത് ഒരു മരുതൂർ കുളങ്ങര ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമാണ്. അവിടെ വളരെ ലളിതമായി ഇത് ചെയ്യാനുള്ളൊരു അവിടുത്തെ രീതിയുണ്ട്. അവിടെ പണ്ട് മുതൽ അവിടുത്തെ ആചാര്യന്മാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക. അതായത് കദളിപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, കൽക്കണ്ടം, ചെറുതേൻ, നെയ്യ്, ഇളനീര്, പശുവിൻ പാല്. അപ്പോൾ ഈ പശുവിൻ പാൽ ഒഴിച്ച് ബാക്കി 7 സാധനങ്ങൾ നമുക്ക് 250 ഗ്രാം അല്ല 500 ഗ്രാം 1 കിലോ നമുക്ക് വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് പശുവിൻ പാൽ അന്ന് രാവിലെ എടുക്കാവും. വാങ്ങിച്ച് നേരത്തെ സൂക്ഷിക്കാം, അന്ന് ശുദ്ധമായിട്ട് എടുക്കാൻ. ഇനി ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഇത് ഇടിച്ച് പിഴിയാനായിട്ട് ഒലക്ക പോലെ ഉപയോഗിക്കാനായിട്ട് 3 അടി നീളത്തിൽ 3 കരിമ്പിൻ തുണ്ടുകൾ കുട്ടിയിട്ട് കരിമ്പ് അത് കുട്ടിയിട്ട് എന്നിട്ട് തിരുമേനി ഇത് ഒരളിനകത്തിട്ട് ഇടിച്ച് ആ കരിമ്പും ഇടിഞ്ഞ് അതിന് നീരും ചേരും. ഇതും പാല് ഒഴിച്ച് ഈ വസ്തുക്കളെല്ലാം, അതായത് ഒന്നുകൂടെ പറയാം, കദളിപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, കൽക്കണ്ടം, ചെറുതേൻ, നെയ്യ്, ഇളനീര്, പശുവിൻ പാൽ, ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന ഇതുണ്ട്. ഇത് ചെയ്യുന്നത് ഈ അഷ്ടാഭിഷേകം നടത്താൻ ഏറ്റവും നല്ല ദിവസങ്ങൾ തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളായിരിക്കും അഷ്ടാഭിഷേകത്തിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അല്ല നക്ഷത്രമാണോ നോക്കുന്നതെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. ഇനി അതിനൊരു കണക്കുമുണ്ട്. ഒരു 1/2 കിലോ വെച്ച സാധനം 500 ഗ്രാമാണ് വാങ്ങിക്കുന്നതെങ്കിൽ 2 ലിറ്റർ പാല് വേണം, 3 ഇളനീരും വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ 1 കിലോ ആണെങ്കിൽ അതിന് ആ ഒരു വ്യത്യാസമുണ്ട്. ഇനി ചില ക്ഷേത്രങ്ങളിൽ പാൽ, എള്ളെണ്ണ, പഞ്ചാമൃതം, നെയ്യ്, പനിനീർ, ഇളനീർ, വിഭൂതി, ഭസ്മം, തേൻ ഇവ ഉപയോഗിക്കാറുണ്ട്. അത് ശരിക്കും ശബരിമലയാണ്. ശബരിമല പോലെ തിരക്ക് കൂടിയ ക്ഷേത്രങ്ങൾക്ക് എപ്പോഴും ഈ അഷ്ടാഭിഷേകം നടത്താൻ പറ്റത്തില്ല. അവിടെ ഒരെണ്ണമേ നടത്തൂ. അപ്പോൾ നമ്മളത് ചീട്ടാക്കാൻ പറ്റും. അവിടെ 5000 രൂപയാണ് ചാർജ്. 5000 രൂപ ചീട്ടാക്കി നമ്മളവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളഭം, ഭസ്മം, തേൻ, പാൽ, പനിനീർ, പഞ്ചാമൃതം, നെയ്യ്, കരിക്ക ഇവ ദേവസ്വം ഓഫീസിൽ നിന്ന് തരും. ഇത് വാങ്ങിച്ച് നമ്മൾ സോപാനത്തിൽ കൊണ്ടുവെക്കുക. അങ്ങനെയാണ് ശബരിമലയിലെ രീതി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 8 എന്നുള്ള സംഖ്യയും കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി. എങ്കിലും അടുത്ത 9 മുതലുള്ള നമുക്ക് അടുത്ത വേറൊരു ദിവസം നമുക്ക് നോക്കാം. അത് വേറെ, അത് പ്രസാദമാണ്, നിവേദ്യമാണത്. ടേസ്റ്റ് ഇടിച്ചു പിഴിഞ്ഞ അല്ല, ഇടിച്ചു പിഴിഞ്ഞ പായസം നമ്മുടെ വീട്ടിലും ഉണ്ടാക്കും. കൃഷ്ണനും പ്രധാനമാണ്. ഇത് അവിടെ ഈ 1000 കുടം ധാരയൊക്കെ ഉണ്ടാകും അന്നേരമുള്ള ചില ക്ഷേത്രങ്ങൾ പ്രധാനമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 9 മുതൽ അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ സ്ത്രീരത്നങ്ങളുടെ വകയായിട്ട് ഇന്നൊരു പ്രത്യേക പാട്ടാണ് അവർ പാടാൻ പോകുന്നത്. വടക്കേ ഇന്ത്യയിൽ എല്ലാ ദേവന്മാരെയും നമ്മളെ പൂജയിൽ പങ്കെടുക്കാനായിട്ട്, സ്വീകരിക്കാനായിട്ട്, അല്ലെ വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഉള്ള ഒരു ഗാനമാണ്. അവർ നമുക്ക് വേണ്ടി അത് ചൊല്ലും. നമുക്കത് കേട്ടിരിക്കാം. चले आना प्रभु
लेके चले आना, प्रभु जी चले आना। तुम शिव के रूप में आना, तुम शिव के रूप में आना। गौरी साथ लेके डमरू हाथ लेके चले आना, प्रभु जी चले आना। तुम गणपति रूप में आना, तुम गणपति रूप में आना। सिद्धि साथ लेके रिद्धि साथ लेके चले आना, प्रभु जी चले आना। तुम हनुमान रूप में आना, तुम हनुमान रूप में आना। सुग्रीव साथ लेके गदा हाथ लेके चले आना, प्रभु जी चले आना। कभी राम बन के कभी श्याम बन के चले आना, प्रभु जी चले आना। कभी राम बन के कभी श्याम बन के चले आना, प्रभु जी चले आना। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते।